ഹൈഫോക്സ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫേം ആയിട്ടുള്ള എയ്പെക്സ് ട്രേഡർ ഫണ്ടിങ് അവരുടെ പ്ലാൻസ് റീവാമ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇവർ ഓൾറെഡി വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി ആയിരുന്നു. ബിഗിനേഴ്സിന് വളരെ റിസ്ക് ഫ്രീ എൻട്രിയും അതേപോലെ വളരെ വലിയ സ്കെയിലബിലിറ്റിയും കാര്യങ്ങളും കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഫേം ആയിരുന്നു. അവരുടെ കോർ വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് 20 അക്കൗണ്ട്സ് ഒരുമിച്ച് ട്രേഡ് ചെയ്യാമെന്നും അതേപോലെ തന്നെ വളരെ ലോ റിസ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് സ്പേസിലേക്ക്, അതായത് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് സ്പേസിലേക്ക് ഇറങ്ങാം. അതായിരുന്നു ഇവരുടെ ആ ഒരു കോർ പ്രിൻസിപ്പൾസ് ആയിട്ടുണ്ടായിരുന്നത്. സോ അവർ ആ ഒരു കോർ പ്രിൻസിപ്പൾസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് പേ ഔട്ട് എടുക്കാനും കാര്യങ്ങൾക്കും കുറച്ചുകൂടെ ഈസി ആക്കിയിട്ടുണ്ട്. സോ എനിക്ക് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പേ ഔട്ട്സ് കിട്ടിയിട്ടുള്ള ഒരു ഫേം ആയിരുന്നു 2024. കാരണം നമുക്ക് ഒരു $100 ഒരു പ്രോഫിറ്റ് ഒരു അക്കൗണ്ടിൽ ഉണ്ടാക്കി അത് ഇൻറ്റു 20 അക്കൗണ്ട്സിലേക്ക് കോപ്പി ട്രേഡ് ആവുന്ന ഒരു സിനാരിയോ, അങ്ങനത്തെ ഒരു എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കറണ്ട് ഇൻഡസ്ട്രിയിൽ 20 അക്കൗണ്ട്സ് ഒരുമിച്ച് കോപ്പി ട്രേഡ് ചെയ്യാൻ പറ്റുന്ന വൺ ആൻഡ് ഓൺലി ഫേം സ്റ്റിൽ എയ്പെക്സ് തന്നെ ആയിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഒരു 2024-5 ടൈമിൽ നമുക്കൊരു 20 അക്കൗണ്ട്സിന്റെ ഒരു ഇൻസ്റ്റന്റ് ഫണ്ടിങ് ഫേം ഉണ്ടായിരുന്നു. സോ ഒരു ഇൻസ്റ്റന്റ് ഫണ്ടിങ് ഫേം വന്നു, ഒരു 3 മാസത്തിനുള്ളിൽ ക്ലോസ് ആയിപ്പോയി. പക്ഷേ എയ്പെക്സ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്, ലൈക്ക് ടോപ്പ് സ്റ്റെപ്പിനെയും കാട്ടി വലുതാണ് എയ്പെക്സ്. സോ എയ്പെക്സ് ആണ് നമ്മുടെ കറണ്ട് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഫേം. സോ നമുക്ക് അവരുടെ പഴയ റൂൾസ് ഞാൻ പറയുന്നില്ല, അവരുടെ ഒരു പുതിയ റൂൾസും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സ്റ്റിൽ ഇത് ബെസ്റ്റ് ആണെന്ന് പറയാൻ കാരണം, നിങ്ങൾക്ക് ബിഗിനേഴ്സിന് എന്തുകൊണ്ടാണ് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതെന്നും എല്ലാം ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, നമുക്കിവിടെ 3 പ്ലാറ്റ്ഫോംസും 2 ടൈപ്പ് ഓഫ് അക്കൗണ്ട്സും ആണ് കിട്ടുന്നത്. നമുക്ക് ഒന്ന് ഇൻട്രാഡേ ട്രെയിലിംഗ് ഡ്രോ ഡൗണും ഒന്ന് എൻഡ് ഓഫ് ദ ഡേ ട്രെയിലിംഗ് ഡ്രോ ഡൗണും. സോ ഇൻട്രാഡേ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഡ്രോ ഡൗൺ ഫിക്സ്ഡ് ആയിരിക്കും. നിങ്ങളുടെ CFD ഫേംസ് കണക്കല്ല, നമുക്ക് ഫ്യൂച്ചേഴ്സ് ഒന്നുമില്ല. ഇപ്പൊ ഇതിന്റെ മാക്സ് ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് 1000 ആണ്. സോ നിങ്ങൾ വൺസ് ഇപ്പൊ ഒരു 1000 എന്നുള്ള ഡ്രോ ഡൗണിൽ നിങ്ങളിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു 200 പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് വെച്ചോ. സോ ഈ ഒരു 1000 എന്ന് പറയുന്ന സാധനം 800 ആവും. എന്നിട്ട് നിങ്ങളുടെ ബാലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു 25K അക്കൗണ്ടിൽ ഒരു 200 പ്ലസ് ആവും. സോ ആ ഒരു 1000 എന്ന് പറയുന്ന ഒരു ഡ്രോ ഡൗൺ കുറഞ്ഞ് നമുക്ക് 800 ആവും. കാരണം നിങ്ങളെ ബാക്കി ഡ്രോ ഡൗൺ നിങ്ങളുടെ ഒരു പ്രോഫിറ്റ് ആണ്. സോ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ മാക്സിമം സ്പൈക്ക് ആണ് ആ ഒരു ട്രെയിലിംഗ് ഡ്രോ ഡൗൺ. ആൻഡ് ഇതായിരുന്നു ഏറ്റവും വലിയൊരു റെഡ് ഫ്ലാഗും ഈ ഒരു ഫേമിന്റെ. കാരണം ഇൻട്രാഡേ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പം TP വരെ പ്രൈസ് പോയി, ആ ഒരു TP വരെ പ്രൈസ് എന്നിട്ട് നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ 1000 വരെ പ്രൈസ് പോയി, ലൈക്ക് എന്നിട്ട് നിങ്ങളുടെ ടേക്ക് പ്രോഫിറ്റ് 1100 സോ 1050 വരെ ഇത് പോയിട്ട് നിങ്ങൾക്ക് TP അടിക്കാതെ പ്രൈസ് താഴോട്ട് വന്ന് നിങ്ങൾ ബ്രേക്ക് ഈവൻ ആകുവാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ബ്രീച്ച് ആവും. അതൊരു ഹാർഡ് ബ്രീച്ച് തന്നെയാണ്, നിങ്ങൾക്ക് അക്കൗണ്ട് നഷ്ടപ്പെടും. സോ ഈ ഒരു ട്രെയിലിംഗ് ഡ്രോ ഡൗണിന്റെ ഇഷ്യൂ, അപ്പം ഈ ഒരു ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ വലിയ ഗാംബ്ലിങ്ങും കാര്യങ്ങളൊന്നും നടത്താതിരിക്കാനും ഭയങ്കര ഹൈ ലെവറേജിൽ പോയി ഭയങ്കര വലിയ പ്രൈസ് സ്വിങ്സും കാര്യങ്ങളും വരാതിരിക്കാനും ഒക്കെ ആയിരുന്നു. സോ അവർ ആ ഒരു 20 അക്കൗണ്ട്സ് തരുന്നതുകൊണ്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങളോട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു ഇൻട്രാഡേ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ എന്ന് പറയുന്ന ഒരു ഫീച്ചർ വെച്ചിരുന്നത്. സോ അത് ഒരുപാട് പേര് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ഇൻട്രാഡേ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ഒരു പോയിന്റ് ആകുമ്പോൾ പോകുമായിരുന്നു. ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ 1000 മുകളിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 1000 മുകളിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 1000 ആ ഒരു ഡ്രോ ഡൗൺ സ്റ്റോപ്പ് ആയി പോകും. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പം 2000-3000 ഒക്കെ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000-2000 ഒക്കെ ലോസ് ആവാം. അൺടിൽ നിങ്ങളുടെ ആ ഒരു 1000 എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്ക്, ആ ഒരു സോഫ്റ്റ് ബ്രീച്ച്, ആ ഒരു ബഫർ നിങ്ങൾ ബ്രീച്ച് ചെയ്യാതെ, ആ ഒരു ഹാർഡ് ബ്രീച്ച് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ആ ഒരു ഡ്രോ ഡൗൺ സ്റ്റിൽ സ്റ്റേബിൾ ആയിരുന്നു. സോ ഈ ഒരു ഇൻട്രാഡേ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ബിഗിനേഴ്സിന് കുറച്ച് ഇഷ്യൂ ആയിട്ടുള്ള കാര്യമായിരുന്നു. സോ അവര് ആ ഒരു പുതിയ എന്താ പറയാ സെക്ടർ ഓഫ് അക്കൗണ്ട്സ് കൊണ്ടുവന്നു. അതാണ് എൻഡ് ഓഫ് ദ ഡേ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ. സോ ഇപ്പൊ നിങ്ങൾ മാർക്കറ്റിൽ കാണുന്ന എല്ലാ ഫേംസും ഓഫർ ചെയ്യുന്നത് എൻഡ് ഓഫ് ദ ഡേ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു അക്കൗണ്ടിൽ ഇപ്പം $500 പ്രോഫിറ്റ് ക്ലോസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞ് പുതിയ മാർക്കറ്റ് അവർ ആവുമ്പോഴത്തേക്ക് ആ ഒരു ഡ്രോ ഡൗൺ നിങ്ങൾക്ക് 800 ആവുകയും നിങ്ങൾക്ക് ലൈക്ക് ആ ഒരു ഹയസ്റ്റ് പ്രോഫിറ്റ് എന്നല്ല, ആ ഒരു ഡ്രോ ഡൗൺ മുകളിലോട്ട് കയറി നിങ്ങളുടെ ആ ഒരു ബാലൻസും കൂട്ടുമ്പോൾ, നിങ്ങളുടെ ബാലൻസ് ഇപ്പം നിങ്ങളുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 100K അക്കൗണ്ട് ആയിരുന്നു, നിങ്ങൾക്ക് 3000 ആണ് നിങ്ങളുടെ പ്രോഫിറ്റ് എങ്കിൽ, നിങ്ങളുടെ മാക്സ് ഡ്രോ ഡൗൺ എങ്കിൽ നിങ്ങൾക്ക് $1000 നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് മാക്സ് ഡ്രോ ഡൗൺ 2000 പ്ലസ് നിങ്ങളുടെ ഒരു 1000 ആയിരിക്കും. അതും നിങ്ങളുടെ ഒരു ട്രേഡ് എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ടും ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ കിടന്നുറങ്ങി എണീറ്റ് പിറ്റേ ദിവസം ആകുമ്പോഴായിരിക്കും ആ ഒരു ഡ്രോ ഡൗൺ അപ്ഡേറ്റ് ആവുന്നത്. സോ എൻഡ് ഓഫ് ദ ഡേ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആണ് എല്ലാ ഈവൻ മോസ്റ്റ് ഓഫ് ദ CFD ഫേംസും ഓഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് ഫേംസിന്റെ ഒരു സ്റ്റാൻഡേർഡും എൻഡ് ഓഫ് ദ ഡേ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആണ്. ഓക്കെ, എൻഡ് ഓഫ് ദ ഡേ ഡ്രോ ഡൗൺ എന്ന് പറയും, EOD ഡ്രോ ഡൗൺ. സോ
നമുക്കപ്പോൾ ആ ഒരു EOD ഡ്രോ ഡൗൺ വിത്ത് ദ ബെനിഫിറ്റ് ഓഫ് നമുക്ക് ആ ഒരു 20 അക്കൗണ്ട്സും വരുന്നുണ്ട്. സോ നമുക്ക് 2 സെക്ടർ ഞാൻ കമ്പയർ പറയാം. നമുക്ക് അതേപോലെ 3 പ്ലാറ്റ്ഫോംസ് ഉണ്ട്. വെൽത്ത് ചാർട്ട്സ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടില്ല. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ട്രാഡോവൈറ്റ് ആണ്. സോ നമുക്ക് CGQ ഡാറ്റ വെച്ച് ഡയറക്റ്റ് ട്രേഡിംഗ് വ്യൂവിൽ കണക്ട് ചെയ്ത് ട്രേഡിംഗ് വ്യൂവിൽ നിന്ന് ഡയറക്റ്റ് ട്രേഡ്സ് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ട്രേഡിംഗ് വ്യൂവിൽ ട്രേഡ് എടുക്കണമെങ്കിൽ നമുക്ക് ട്രേഡ് കോപ്പിയേഴ്സ് യൂസ് ചെയ്യാം. ആ ഒരു ട്രേഡ് കോപ്പിയേഴ്സിനെ ഞാൻ ഫ്യൂച്ചറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് റിതമിക് ആണെങ്കിൽ റിതമിക് ഒരു ടൈപ്പ് ഓഫ് ഡാറ്റയാണ്. ആ ഒരു റിതമിക് ടൈപ്പ് ഓഫ് ഡാറ്റ നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താ പറയാ, നമുക്ക് വേറെ ചില പ്ലാറ്റ്ഫോംസ് ഫോർ എക്സാമ്പിൾ ക്വാണ്ടവറിലും അതേപോലെ ഇപ്പം ഡീപ് ചാർട്ട്സിലും അതേപോലെ വോളിയോമെട്രിക്കിലും അങ്ങനത്തെ കുറച്ച് ഡിഫറെന്റ് അറ്റ്ലസ് ബുക്ക് മാപ്പിലേക്ക് അങ്ങനത്തെ ഓരോ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു പ്ലാറ്റ്ഫോംസിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റാസ് കൊണ്ടുപോയി നിങ്ങൾക്ക് അവിടെ ട്രേഡ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് റിതമിക് എന്ന് പറയുന്ന ആ ഒരു ഇത് ചൂസ് ചെയ്യാം. സോ നമ്മൾ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് വെക്കുന്നു. റിതമിക്കോ ട്രാഡോവൈറ്റോ ചൂസ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് പ്രൈസിൽ ഡിഫറൻസ് ഒന്നും വരില്ല. സോ ഇവിടെ നമുക്ക് പ്രൈസിംഗിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, മുമ്പ് നമുക്ക് മന്ത്ലി ബില്ലിംഗ് ആയിരുന്നു. നമുക്ക് ഒരു അക്കൗണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ 30 ഡേയ്സിനുള്ളിൽ പാസ്സായില്ല എങ്കിൽ നമുക്ക് ആ ഒരു മന്ത്ലി ബില്ലിംഗിൽ നമ്മുടെ അക്കൗണ്ട് റീസെറ്റ് ആകുമായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു മന്ത്ലി ബില്ലിംഗിൽ നമ്മുടെ അക്കൗണ്ട് തിരിച്ച് നമ്മൾ ആ ഒരു വാങ്ങിച്ച പൈസ തന്നെ നമ്മൾ ഒരു മാസം കൂടെ റീബില്ലിംഗ് ഉണ്ടായിരുന്നു. സോ ഇപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ അക്കൗണ്ട്സും പർച്ചേസ് ചെയ്യുന്നത് വെറും 30 ഡേയ്സിന് വേണ്ടി മാത്രമാണ്. ആ ഒരു 30 ഡേയ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് കംപ്ലീറ്റ്ലി ക്ലോസ് ആവും. നിങ്ങൾക്ക് റീബില്ലിങ്ങും കാര്യമൊന്നുമില്ല. നിങ്ങളുടെ അക്കൗണ്ട് ബ്രീച്ച് ആയിട്ടുള്ള അക്കൗണ്ട് ആണെങ്കിൽ അത് അവിടെ ക്ലോസ് ആവും. നിങ്ങൾക്ക് വേറൊരു അക്കൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പുതിയ അക്കൗണ്ട് വാങ്ങിക്കാം. അല്ലാണ്ട് നിങ്ങൾക്ക് റീസെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഇല്ല, നിങ്ങൾക്ക് റീബില്ലിങ്ങും ഇല്ല. സോ എയ്പെക്സ് മൊത്തത്തിൽ റീവാമ്പ് ചെയ്ത് പുതിയൊരു ഹോൾ സ്ട്രക്ചർ ആക്കി വന്നേക്കുവാണ്. സോ നമുക്ക് ഒരു ബേസിക് കാര്യങ്ങൾ ജസ്റ്റ് നോക്കി പോവാം. നമുക്ക് ഇൻട്രാഡേയിൽ 25K അക്കൗണ്ടിന് നമുക്ക് പ്രോഫിറ്റ് ടാർഗറ്റ് വരുന്നത് 1500 ആണ്. നമുക്ക് 50K സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് $3000 ആണ്. 100K അക്കൗണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് 6000 ആണ്. സോ 1:2 റിസ്ക് ടു റിവാർഡ് റേഷ്യോയ്ക്കാണ്. ഇതിനകത്ത് നമുക്ക് 1:1.5 എനിക്ക് തോന്നുന്നു 25K 1:1.5 വരുന്നു. 150K നമുക്ക് 1:2 മേളിൽ വരുന്നുണ്ട്. സോ ഇതാണ് നമ്മൾ 9000 പ്രോഫിറ്റ് ടാർഗറ്റ് വരുന്നുണ്ട്. മാക്സ് ഡ്രോ ഡൗൺ വരുന്നത് $4000 ആണ്. എൻഡ് ഓഫ് ദ ഡേയിലും ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം സിമിലർ ആയിട്ടാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഗൈസ് എൻഡ് ഓഫ് ദ ഡേയിൽ പിന്നെ വന്നിരിക്കുന്ന ഒരു കാര്യം, നമുക്ക് ഡെയിലി ലോസ് ലിമിറ്റ് വരുന്നുണ്ട്. സോ ആ ഒരു ഡെയിലി ലോസ് ലിമിറ്റ് എത്ര നോക്കാം. 50K നമുക്ക് 1000 ആണ് ഡെയിലി ലോസ് ലിമിറ്റ്. അതേപോലെ തന്നെ നമുക്ക് 100K നമുക്ക് 1500ഉം 150K നമുക്ക് 2000 ആണ് ഡെയിലി ലോസ് ലിമിറ്റ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഹൈ റിസ്ക് ചെയ്ത് വെറുതെ എന്താ പറയാ അവർക്കും ഗാംബ്ലിംഗ് നടത്തി അവർക്കും നഷ്ടം ഉണ്ടാക്കാതിരിക്കാൻ നിങ്ങൾക്കും നഷ്ടം ഉണ്ടാക്കാതിരിക്കാൻ. സോ ലൈക്ക് രണ്ടാൾക്കാരും നിങ്ങൾക്കും ബെനിഫിഷ്യൽ ആയിരിക്കണം അവർക്കും ബെനിഫിഷ്യൽ ആയിരിക്കണം. സോ അതുകൊണ്ടാണ് ഒരു പ്രോഫം മുന്നോട്ട് പോകണമെങ്കിൽ അവർക്കും ഡെട്രിമെന്റഡ് ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളും അവർ മാറ്റി വെക്കണം. സോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് വന്നിരിക്കുന്നത്. സോ ഞാൻ മെയിൻലി എടുക്കുന്നതും ട്രേഡ് ചെയ്യുന്നതും ഇൻട്രാഡേ അക്കൗണ്ട്സ് തന്നെയാണ്. കാരണം ഞാൻ തുടക്കം തൊട്ടേ ട്രെയിലിംഗ് അക്കൗണ്ട്സ് ട്രേഡ് ചെയ്തതിലേക്ക് എനിക്കത് ശീലമായി പോയി. എൻഡ് ഓഫ് ദ ഡേ ട്രെയിലിംഗ് അക്കൗണ്ട്സ് വന്നത് കുഴപ്പമില്ല, വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ബിഗിനേഴ്സിനും ലൈക്ക് മിക്ക ആൾക്കാർക്കും ഇഷ്ടവും എൻഡ് ഓഫ് ദ ഡേ ട്രെയിലിംഗ് തന്നെയാണ്. പക്ഷെ ഞാനൊക്കെ ഒരുപാട് ഇൻട്രാഡേ ട്രെയിലിംഗ് ബേസ്ഡ് ആണ് എൻ്റെ മോഡൽസും കാര്യങ്ങളും വർക്ക് ചെയ്യുന്നതും. ഞാൻ അതിലോട്ട് അഡാപ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇൻട്രാഡേ ട്രെയിലിംഗ് തന്നെ ആയിരിക്കും മുന്നോട്ടും പ്രൊസീഡ് ചെയ്യുന്നത്. ആൻഡ് എനിക്ക് ഒരു എന്താ പറയാ ഡെയിലി ലോസ് ലിമിറ്റ് ഫ്യൂച്ചേഴ്സ് അക്കൗണ്ടിൽ അത്ര താല്പര്യവുമില്ല. ഓക്കെ, സോ നമുക്കപ്പം അടുത്ത പ്രൈസിംഗിലേക്ക് പോകാം ഗൈസ്. സോ നിങ്ങൾക്ക് പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നു. പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് വെൽത്ത് ചാർട്ട്സ് നിങ്ങൾക്ക് കയറി റിസർച്ച് ചെയ്യാവുന്നതാണ്. സോ പ്രൈസിംഗിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് റിതമിക്കിന്റെ നമ്മുടെ ഇൻട്രാഡേ ട്രെയിലിംഗ് അക്കൗണ്ട്സിന്റെ 25K അക്കൗണ്ട് വരുന്നത് $17 ആണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് 50K അക്കൗണ്ട് വരുന്നത് $19 ആണ്. നമുക്ക് 100K അക്കൗണ്ട് വരുന്നത് $29ഉം 150K അക്കൗണ്ട് വരുന്നത് $39 ആണ്. ഓക്കെ, എൻഡ് ഓഫ് ദ ഡേ ട്രെയിലിംഗ് ഡ്രോഡൗണിലേക്ക് വരുവാണെങ്കിൽ കുറച്ച് ഹയർ പ്രൈസ്ഡ് ആണ്. നമുക്ക് 25K അക്കൗണ്ട് വരുന്നത് $26ഉം നമുക്ക് 50K അക്കൗണ്ട് വരുന്നത് $29.55ക്കും 100K അക്കൗണ്ട് വരുന്നത് $45.55ക്കും നമുക്ക് 150K അക്കൗണ്ട് വരുന്നത് $59.55ക്കും. സോ എന്തുകൊണ്ടാണ് ഇത്രയും ലോ പ്രൈസിംഗിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൈസ് ഫുൾ കോസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈക്വൽ ആണ് ബാക്കിയുള്ള ഫേംസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളൊരു സ്റ്റുഡന്റ് ആണ്, നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്യണം, പാസ്സാവുമെന്ന് അറിയത്തില്ല, അങ്ങനത്തെ സിനാരിയോസ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട്സ് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് വൺസ് ഒരു അക്കൗണ്ട് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ വരുന്ന അക്കൗണ്ട്സിന് നമുക്കൊരു $79 ആക്ടിവേഷൻ ഫീ ഉണ്ട്. നിങ്ങൾക്ക് 7 ദിവസത്തിനുള്ളിൽ ആക്ടിവേഷൻ ഫീ അടച്ചാൽ മതി. നിങ്ങൾക്ക് ഒരു ആക്ടിവേഷൻ ഫീ ഉണ്ട്. അതേപോലെ തന്നെ എൻഡ് ഓഫ് ദ ഡേ ട്രെയിലിംഗ് ഡ്രോ ഡൗണിൽ നമുക്കൊരു $99 ഫിക്സ്ഡ് ആക്ടിവേഷൻ ഫീ ഉണ്ട്. ഓക്കെ,
എല്ലാ വലിയ അക്കൗണ്ട്സിലും ഫിക്സ്ഡ് ആക്ടിവേഷൻ ആണ്. ഇൻട്രാഡേയിലും ഏറ്റവും വലിയ അക്കൗണ്ടിലും നമുക്ക് ഫിക്സ്ഡ് ആക്ടിവേഷൻ ഫീ ആണ്. അതിലൊരു ഇൻക്രിമെന്റേഷൻ വന്നേക്കാം, പക്ഷെ ഒരു ഇനിഷ്യൽ അക്കൗണ്ട് ബൈയിങ് ഫീ നമുക്ക് സ്റ്റിൽ സെയിം ആണ്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ലൈവ് ഡാറ്റയും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ ട്രാഡോവേറ്റ് എടുത്താലേ നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂവിൽ കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് CGQ ഡാറ്റ മാത്രമേ ട്രേഡിംഗ് വ്യൂവിൽ കണക്ട് ചെയ്യാൻ പറ്റൂ. സോ ലൈക്ക് ആസ് ഓഫ് മൈ നോളജ് വേറെ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾസ് കണ്ടേക്കാം റിതമിക് ഡാറ്റ ട്രേഡിംഗ് വ്യൂവിൽ കണക്ട് ചെയ്യാനായിട്ട്. ഞാൻ അങ്ങനെ ഇന്നേവരെ ചെയ്തിട്ടില്ല. സോ നമുക്കിനി ഇതിന്റെ കുറച്ച് റൂൾസും കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് നമുക്ക് രണ്ട് അക്കൗണ്ട്സിന്റെയും ഒരു പേ ഔട്ട് എടുക്കുന്നതിനെ കുറിച്ച് നോക്കാം ഗൈസ്. സോ നിങ്ങൾക്ക് 25K മാക്സിമം ആയിട്ട് അലൗഡ് ആയിട്ടിരിക്കുന്നത് 2 മിനി അല്ലെങ്കിൽ 20 മൈക്രോ ആണ്. അതേപോലെ തന്നെ 50K അലൗഡ് ആയിട്ടിരിക്കുന്നത് 4 മിനി അല്ലെങ്കിൽ 40 മൈക്രോ ആണ്. സ്കെയിലിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു സ്കെയിലിംഗ് ഓപ്ഷൻ ഒക്കെ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ മാക്സ് ഡ്രോ ഡൗൺ സെയിം ആണ്. നമ്മുടെ ഇവാലുവേഷൻ അക്കൗണ്ടിൽ എങ്ങനെയായിരുന്നു ആ ഒരു അക്കൗണ്ട് ഇത് കണക്കാനെ സെയിം ആണ്. നമുക്ക് എൻഡ് ഓഫ് ദി ഡേ നോക്കുവാണെങ്കിലും നമുക്ക് ആ ഒരു സ്കെയിലിംഗ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് മാക്സ് ഡ്രോ ഡൗൺ സെയിം ആണ്. ഡ്രോ ഡൗൺ ഇൻട്രാഡേ ആണെന്നേ ഉള്ളൂ. കൺസിസ്റ്റൻസി 50% വരുന്നുണ്ട്. സോ നമ്മൾ ഇതിനകത്ത് ഒരുവിധം എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട്. ഈ കൺസിസ്റ്റൻസിയും അതേപോലെ തന്നെ നമ്മുടെ ഇൻട്രാഡേ ട്രെയിലിംഗ് ഡ്രോ ഡൗണും പേ ഔട്ട് എടുക്കാൻ നമുക്ക് എത്ര വേണം. സോ ഗൈസ് ഇവരൊരു പുതിയ റൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു അക്കൗണ്ടിന് നമുക്ക് 6 പേ ഔട്ടേ മാക്സിമം എടുക്കാൻ പറ്റൂ. അതിനുശേഷം പുതിയ ഇവാലുവേഷൻ എടുക്കണമെന്നാണ് അവർ പറയുന്നത്. ഒരു അക്കൗണ്ടിൽ നിങ്ങൾക്ക് 6 പേ ഔട്ട് എടുപ്പിച്ചെടുക്കാം. സോ 6 പേ ഔട്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയാ പുതിയ അക്കൗണ്ട്സിൽ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ലൈവ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതാണ്. അവർ ലൈവ് മണി തരും. ആ ഒരു ലൈവ് മണി വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത സെക്ടറിലോട്ട് പോവാം. സോ നമുക്ക് ഇൻട്രാഡേ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ഉള്ളതിന്റെ പേ ഔട്ടിന്റെ റിക്വയർമെന്റ്സ് നോക്കാം. സോ ഇൻട്രാഡേ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആയിട്ട് നമുക്ക് 5 ദിവസം മിനിമം ട്രേഡ് ചെയ്യണം. നിങ്ങൾക്ക് ഓരോ ഇതിന്റെ ഇതുണ്ട്. നമുക്ക് 50K അക്കൗണ്ട് നോക്കാം. നിങ്ങൾക്ക് ഒരു ദിവസത്തിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് $200 മുകളിലായിരിക്കണം. ആ ഒരു $200 മുകളിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ അവർ ഒരു ട്രേഡിംഗ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്യും. അതിനുശേഷം നിങ്ങളൊരു ബഫർ റീച്ച് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ CFD ഫേംസ് കണക്ക് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് സ്റ്റെപ്പ് കണക്ക് തന്നെ നമുക്കൊരു സെക്കൻഡ് സ്റ്റെപ്പ്. ഇതൊരു ഇവാലുവേഷൻ അല്ല, നിങ്ങൾ തോക്കത്തൊന്നുമില്ല, നിങ്ങൾക്ക് ടൈം ലിമിറ്റ് ഒന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ടഡ് അക്കൗണ്ട് തന്നെയാണ്. ഇത് എല്ലാ ഫ്യൂച്ചേഴ്സ് ഫേമിലും ഉള്ള കാര്യമാണ്. സോ നിങ്ങളൊരു ബഫർ റീച്ച് ചെയ്യണം. ആ ഒരു ബഫർ ആണ് 2100, അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ 100K അക്കൗണ്ട് ആണെങ്കിൽ 3100. സോ ഇങ്ങനെ ഒരു ബഫർ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ സേഫ്റ്റി നെറ്റ്. അപ്പൊ നിങ്ങളുടെ ഒരു എന്താ പറയാ ആ ഒരു ട്രെയിലിംഗ് ഡ്രോ ഡൗൺ അവിടെ സ്റ്റോപ്പ് ആവും. അതിനുശേഷം നിങ്ങൾക്ക് 52,600 ആ ഒരു പ്രോഫിറ്റ് ലെവൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് $500 നിങ്ങൾക്ക് പേ ഔട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇതിന് മേളിൽ നിങ്ങൾ എത്ര പ്രോഫിറ്റ്, ഈ ഒരു നെറ്റിന്റെ മേളിൽ നിങ്ങൾ എത്ര പ്രോഫിറ്റ് എടുക്കുവാണെങ്കിലും നിങ്ങൾക്ക് അത് 100% നിങ്ങൾക്ക് തന്നെ വെച്ചേക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾ ഈ ഒരു ബഫർ ഉണ്ടാക്കി നിങ്ങളുടെ ആ ഒരു ഡ്രോ ഡൗൺ, ആ ഒരു ട്രെയിലിംഗ് ഡ്രോ ഡൗൺ നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കണം. ഇതിന് മുകളിൽ നിങ്ങൾ എത്ര പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ, എനിക്കറിയാം ഫ്യൂച്ചേഴ്സ് ഫോമിലേക്ക് വരുമ്പോൾ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങളിപ്പം എയ്പെക്സിനാണ് എയ്പെക്സിന് ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു പേ ഔട്ട് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈസിയാന്ന് ഞാൻ പറയുന്നില്ല. ഇത് എല്ലാ ഫേംസിലും ഉള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾ ആ ഒരു എന്താ പറയാ ഒരു ബഫറിന് ശേഷം നിങ്ങൾക്ക് എത്ര പേ ഔട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പം ഇതിന് മുകളിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പം നിങ്ങൾ 53,000 അടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 700 പേ ഔട്ട് എടുക്കാം. അപ്പം നിങ്ങൾക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 200 അല്ലെങ്കിൽ ഒരു $300 ഡെയിലി ഉണ്ടാക്കി പോകുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിന് മുകളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഒരു 4-5 അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിലൊരു പേ ഔട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 4-5 അക്കൗണ്ടിൽ എനിക്കൊന്ന് ഇപ്രാവശ്യം പേ ഔട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഡയറക്റ്റ്ലി ആ ഒരു പേ ഔട്ട് ടൈം ആകുമ്പോഴത്തേക്ക് അവർ ഓട്ടോമാറ്റിക്കലി പ്രോസസ് ചെയ്ത് സെൻഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു റീവാമ്പിന് ശേഷം ഞാനും ഈ ഒരു എയ്പെക്സിലേക്ക് തിരിച്ച് വന്നിട്ടേ ഉള്ളൂ. നമ്മളാരും പേ ഔട്ട്സ് എടുത്തിട്ടില്ല. റീവാമ്പ് ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് ഒന്ന് 2 ദിവസം ആയിട്ടേ ഉള്ളൂ. സോ നമുക്ക് 5 ദിവസം വേണം മിനിമം ട്രേഡ് ചെയ്യാനായിട്ട്. സോ ഞാൻ പേ ഔട്ട് എടുത്തതിന് ശേഷം അത് എത്രത്തോളം വയബിൾ ആണ്, ഈസി ആണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതേ കണക്കാൻ നമുക്ക് എൻഡ് ഓഫ് ദി ഡേ ട്രെയിലിംഗ് ഡ്രോ ഡൗണിലും നമുക്ക് മിനിമം 250 ഡേയ്സ് വേണം. ബാക്കി ബഫറും കാര്യങ്ങളൊക്കെ സെയിം ആണ്. നമുക്ക് 6 പേ ഔട്ട്സ് എടുക്കാം, എക്സെട്ര. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്. ഓക്കെ, പിന്നെ 50% കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺസിസ്റ്റൻസി മീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഒരു കൺസിസ്റ്റൻസി റൂൾ എന്ന് പറയുന്നത് അവർ തന്നെ ആ ഒരു കൺസിസ്റ്റൻസി റൂളിന്റെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാനിത് കാണിച്ചു തരാം. സോ നിങ്ങളിപ്പം $1,500 പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ പേ ഔട്ട് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഓവറോൾ 3,000 ഇത് ചെയ്യണം. നിങ്ങളപ്പം ഒരു ദിവസം നിങ്ങൾക്ക് ഒരു $1,500 കിട്ടിയെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ആ ഒരു
വരുന്ന പ്രോഫിറ്റ് 1500 താഴെ വെച്ചാൽ മതി. നിങ്ങൾ പക്ഷെ ആ ഒരു 3000 വരെ നിങ്ങൾ ആ ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് റീച്ച് ചെയ്യണം. നിങ്ങൾക്ക് ആ ഒരു 3000 എടുക്കാവുന്നതാണ്. സോ കൺസിസ്റ്റൻസിയും എല്ലാ ഫേംസിലും ഈ ഒരു സെയിം മെത്തേഡിലാണ് വർക്ക് ആവുന്നത്. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം. നിങ്ങളുടെ ഹയസ്റ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 0.5 അതാണ് നിങ്ങൾക്ക് പേ ഔട്ട് എടുക്കാനായിട്ടുള്ള ഒരു റിക്വയർമെന്റ്. ഓക്കെ, സോ ഇതാണ് ആ ഒരു കാൽക്കുലേഷൻ. യെസ്, സോ ഈ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവന്നിരിക്കുന്നത് ആരും ഗ്യാമ്പിൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് 25K ഫസ്റ്റ് പേ ഔട്ട് നിങ്ങൾക്ക് മാക്സിമം 1000 എടുക്കാം. സെക്കൻഡ് പേ ഔട്ടും 1000. 25K നിങ്ങളുടെ പേ ഔട്ട് ഫിക്സ്ഡ് ആണ്. 1000 എടുക്കാൻ പറ്റും നിങ്ങൾക്ക് മൊത്തത്തിലെന്നല്ല, ഓരോ പേ ഔട്ട് സ്കെയിലും നിങ്ങൾക്ക് 1000 എടുക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഒരു 25K അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്ലോസ് ആവുന്നതിന് മുമ്പ് നിങ്ങൾക്ക് $6000 പേ ഔട്ട് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു 50K അക്കൗണ്ട് ആണ്. ഇതിപ്പം എൻഡ് ഓഫ് ദ ഡേ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആണ്. സോ ഒരു എൻഡ് ഓഫ് ദ ഡേ ട്രെയിലിംഗ് ഡ്രോ ഡൗണിൽ ഒരു 50K അക്കൗണ്ട് നിങ്ങൾക്ക് $1500 ഫസ്റ്റ് പേ ഔട്ട്, $1500 സെക്കൻഡ്. $1500 തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് $500 ആണ് മിനിമം പേ ഔട്ട് വരുന്നത്. സോ തേർഡ് പേ ഔട്ട് 2000 ആൻഡ് നിങ്ങൾക്ക് ഈ ടേബിൾസ് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ സൈറ്റിൽ കയറി നോക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ആ ഒരു സെയിം കാര്യം ഇൻട്രാഡേ ട്രെയിലിംഗ് ഡ്രോ ഡൗണിൽ വരുവാണെങ്കിൽ 25K ഫിക്സ്ഡ് ആണ്. നമുക്ക് 50K ആ ഒരു ടേബിൾ ഇതാണ്. നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതാണ് മാക്സിമം പേ ഔട്ട്. നിങ്ങളപ്പം 50K അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഓവറോൾ 10K പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് 3000 വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വെറുതെ എയിം ചെയ്ത് ഭയങ്കര വലിയ 10K 20K ഒന്നും പ്രോഫിറ്റ് അടിക്കാൻ പോവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഒരു മിനിമം ബേസ് ഹിറ്റ്സ് അടിച്ച് ഇറങ്ങാം. കാരണം നിങ്ങൾക്ക് ഇവിടെ 20 പുറത്ത് 20 അക്കൗണ്ട്സ് അവർ തരുന്നുണ്ട്. സോ നിങ്ങൾ ആ ഒരു 20 അക്കൗണ്ട്സിൽ നിന്ന് 3K പേ ഔട്ട് എടുക്കാനാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ആ ഒരു 20K 20 അക്കൗണ്ടിന്റെ പേ ഔട്ട് നിങ്ങൾ ഒരു ഒറ്റ അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നതിന് വരെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് 20 അക്കൗണ്ടിൽ നിന്ന് എടുക്കാം. അത് തന്നെയാണ് അവരിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ സ്കെയിലബിലിറ്റി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഓവറോൾ റൂൾസും കാര്യങ്ങളും ഇതാണ്. നിങ്ങൾക്ക് ആ ഒരു എൻട്രി ബാരിയർ വളരെ കുറവാണ്. കാരണം നിങ്ങൾക്ക് പ്രൈസിങ്സ് കാണാം. സോ നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് ഫേംസ് ട്രൈ ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയാ എയ്പെക്സ് ട്രൈ ചെയ്യാവുന്നതാണ്. എയ്പെക്സ് വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ എല്ലാ പ്രോഫോംസും കണക്കാണ്, ഇത് സിമ്പിൾ ആണ്. സോ ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയാൻ വിട്ടിട്ടില്ല. പിന്നെ സ്കെയിലിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് ചിലപ്പം ഒരു കോൺട്രാക്ട് ആയിരിക്കും ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ ഒരു സ്പെസിഫിക് പേ ഔട്ട് അൺലോക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു കോൺട്രാക്ട് അൺലോക്ക് ആവും. സോ അതൊക്കെ ഓട്ടോമാറ്റിക്കലി ആവുന്നത്. ഇപ്പോൾ $1000 വരെ പ്രോഫിറ്റ് ആവുന്നവരെ നിങ്ങൾക്ക് ഒരു കോൺട്രാക്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. $1000 മേളിൽ പേ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് കോൺട്രാക്ട് ട്രേഡ് ചെയ്യാം. $3000 മേളിൽ പ്രോഫിറ്റ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 കോൺട്രാക്ട് ട്രേഡ് ചെയ്യാം. സോ അതാണ് സ്കെയിലിംഗ് ഓപ്ഷൻസ്. സോ സ്കെയിലിംഗ് ഓപ്ഷൻസും എല്ലാം വെച്ചിരിക്കുന്നത് നിങ്ങളെ കൺസിസ്റ്റന്റ് ആയിട്ട് സ്കെയിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ടാണ്. സോ ഇതിനകത്ത് തന്നെ ലൈവ് ഡാറ്റയും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ 100% പ്രോഫിറ്റ് സ്പ്ലിറ്റും ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് എന്താ പറയാ ആ ഒരു റീസെറ്റിങ്ങും കാര്യങ്ങളും, ലൈവ് അക്കൗണ്ടും റീസെറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളുടെ ഇവാലുവേഷൻ അക്കൗണ്ടും റീസെറ്റ് ചെയ്യാൻ പറ്റില്ല. സോ എയ്പെക്സ് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇതിന്റെ കോഡും കാര്യങ്ങളും വേണമെങ്കിൽ, കോഡ് ഉണ്ടെങ്കിൽ ആ ഒരു ഡിസ്കൗണ്ട് കിട്ടത്തുള്ളൂ. സോ കോഡും കാര്യങ്ങളും വേണമെങ്കിൽ എന്നെ ടെലഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഡിസ്കൗണ്ടിങ് കോഡ് തരാം. എന്റെ പേഴ്സണൽ കോഡല്ല, ഞാൻ എയ്പെക്സ് ആയിട്ട് അഫിലിയേറ്റഡ് അല്ല. എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫേമാണ് എയ്പെക്സ്. സോ അതുകൊണ്ടാണ് ഞാൻ ആ എയ്പെക്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. എനിക്ക് എയ്പെക്സിന്റെ ഒരു റൂൾസ് ചേഞ്ചിൽ ഒബ്വിയസ്ലി ഒരു OG ഫേമാണ് എയ്പെക്സ്. ഒബ്വിയസ്ലി ഒരുപാട് ട്രേഡേഴ്സിനെ കൈപിടിച്ച് ട്രേഡിംഗ് സ്പേസിലേക്ക് അതേപോലെ ഫ്യൂച്ചർ സ്പേസിലേക്ക് കയറ്റിയ ഒരു ബിഗിനർ ഫേം തന്നെയാണ് എയ്പെക്സ്. സോ എയ്പെക്സ് ഇപ്പോഴും ആ ഒരു കോർ വാല്യൂ നിലനിർത്തിക്കൊണ്ട് തന്നെ പോകുന്നു. സോ നിങ്ങൾക്ക് ബാക്കിയുള്ള ഫേംസിലോടൊക്കെ കയറുമ്പോൾ നിങ്ങളൊരു ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് അതിന്റെ ഒരു എന്താ പറയാ ഒരു എമൗണ്ടിന്റെ പ്രഷറും ആ ഒരു പ്രൈസിങ്ങിന്റെ പ്രഷറും. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു കാര്യമില്ല. സോ ഞാൻ ടെലഗ്രാമിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമന്റ്സിലും ലിങ്ക് ചെയ്യാം. നിങ്ങൾക്ക് അപ്പോൾ അത് കയറിയിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്പെസിഫിക് കോഡ് എന്നോട് ചോദിച്ചാൽ ഞാൻ കോഡ് സെൻഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഓവറോൾ എയ്പെക്സിന്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ് ഇതാണ്. നമുക്കപ്പം കറന്റ്ലി മാർക്കറ്റിന് എന്താ പറയാനുള്ളത് നോക്കാം. സോ ഗൈസ്, നമുക്ക് ഇന്നലെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ഓവറോൾ മാസമായിട്ടുള്ള ആൾക്കാർ, അത്രയും ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആവുകയും അതേപോലെ ഗോൾഡ് മാർക്കറ്റ് ഭയങ്കരമായിട്ട് പൊങ്ങുമാണ് വോറായിട്ടുള്ള സിനാരിയോസിൽ എന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് നേരെ അതിനെതിരായിട്ടാണ് നടന്നിരിക്കുന്നത്. ഗോൾഡ് ക്രാഷ് ആവുകയും സ്റ്റോക്ക് മാർക്കറ്റ് പൊങ്ങുകയുമാണ് ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് മാർക്കറ്റ് ഓപ്പൺ ആവുമ്പം എല്ലാവരും ബൈ ചെയ്യാൻ പോകുന്നു, ബൈ ചെയ്ത് ഗോൾഡ് അവർ ഹോൾഡ് ചെയ്യാൻ പോകുന്നു, ഗോൾഡ് ഓൾ ടൈം ഹൈസിലോട്ട് പോകാൻ പോകുന്നു എന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ മാസ് സൈക്കോളജിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് വർക്ക് ആവുന്നത്. ഇതൊരു ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റൺ ആണ്. ഈ ഒരു ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റൺ ഗോൾഡ് എടുത്ത്
എടുത്താലും എനിക്ക് വലിയ സർപ്രൈസ് ഇല്ല. ഓക്കെ, സോ ഗോൾഡ് ഒരു വാർ ടൈമിൽ പൊങ്ങും എന്നായിരുന്നു മാസമായിട്ടുള്ള ആൾക്കാർ വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ ആ ഒരു ഗോൾഡ് ഒരു വാർ ടൈമിൽ ക്രാഷ് ആയിരിക്കുകയാണ്. 3.5% ക്രാഷ് ഗൈസ്. അത് ഗോൾഡിൽ ഒരു ചെറിയ കാര്യമല്ല, അതൊരു പ്രോപ്പർ ക്രാഷ് തന്നെയാണ്. സോ നിങ്ങൾക്ക് ഗോൾഡ്, നിങ്ങൾ ആ ഒരു മാസ് സൈക്കോളജി, മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ എല്ലാവരും ലോങ് പോകുമെന്ന് പറഞ്ഞിരുന്നത് ഇതിപ്പോ കാണാം നിങ്ങൾക്ക് ലോങ് പോയവരുടെ അവസ്ഥ. സോ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ, നമ്മുടെ നാസ്ഡാക്കിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ എല്ലാവരും ഈ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഓക്കെ ഫൈൻ ഞാൻ ഷോർട്ട് ചെയ്യുവാന്ന് പറഞ്ഞ് ഷോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ മാർക്കറ്റ് അങ്ങനെ അല്ല പോയത്. മാർക്കറ്റ് ഒരു വീക്ക്ലി SMT ക്രിയേറ്റ് ചെയ്തു. ഇന്നലെ വളരെ വലിയൊരു ബുള്ളിഷ് മൂവ് തന്നു. നമ്മൾ ആ ഒരു എൻവോഗിനെ ഫിൽ ചെയ്തു. നമ്മളൊരു പ്രീവിയസ് എൻവോഗിനെ ഫിൽ ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒരു ട്രിപ്പിൾ ഈക്വൽ ഹൈസ് ഫോം ചെയ്തു. ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് സ്റ്റിൽ ഇൻടാക്ട്. സോ ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് സ്റ്റിൽ ഇൻടാക്ട്. അതിനുശേഷം മാർക്കറ്റ് ഓവർനൈറ്റ് സെഷനിൽ റോൾ ഓവർ ആയി. നമുക്കിപ്പം ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ന്യൂയോർക്കിന്റെ മാർക്കറ്റ് ഓപ്പൺ അല്ല, ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. മാർക്കറ്റ് തിരിച്ച് റിട്രേസ് ആകുവാണ്. സോ ഇതൊരു പ്രിറ്റി ഗുഡ് ഫോൾ ആണ്. നമ്മൾ ആ SMTയും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഡെയിലി ചാർട്ടിൽ ചെന്നാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് മാർക്കറ്റ് ഏതൊരു സിനാരിയോയിൽ നിൽക്കുവാണെന്ന്. ഓക്കെ നമ്മളൊരു പുതിയൊരു SMT ഫോം ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഒരു ഡിസംബർ ലോ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലോ ആണ്. നമ്മൾ ആ ഒരു ലോ മാർക്കറ്റിൽ എടുത്തു. ആ ഒരു ലോ നമ്മൾ നാസ്ഡാക്കിൽ എടുത്തിട്ടില്ല. ഓക്കെ ഫൈൻ ഗ്രേറ്റ്. സോ മാർക്കറ്റിന്റെ ബയസിംഗിലേക്ക് എനിക്കൊരു ഡയറക്ഷൻ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ആ ഒരു ഡയറക്ഷനിൽ അലൈൻഡ് ആണ്. നിങ്ങൾക്ക് ഞാൻ നോക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു പ്രോപ്പ് ഫോം റിവ്യൂ ആയിട്ട് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ് ഗൈസ്. സോ നിങ്ങൾ ഈ വീഡിയോ ഇവിടം വരെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ഇത് പറയാം. PM സെഷന്റെയും അതേപോലെ ലണ്ടൻ സെഷന്റെയും മാർക്കറ്റ് റിവ്യൂസ് എല്ലാ ദിവസവും നമുക്ക് ചെയ്യാം. ഞാൻ മാർച്ച് തൊട്ട് അല്ലെ ഫെബ്രുവരി 10 തൊട്ട് ഞാൻ ഡെയിലി മാർക്കറ്റ് റിവ്യൂസ് നമുക്ക് ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. സോ ലണ്ടൻ സെഷന്റെയും PM സെഷന്റെയും മാർക്കറ്റ് റിവ്യൂസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ടെലഗ്രാമിൽ നോട്ടിഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാവുന്നതാണ്. സോ ഗൈസ് അത്രേ ഉള്ളൂ. അണ്ടിൽ ദെൻ ബി സേഫ്, ട്രേഡ് സേഫ്, ബൈ ഫോക്സ്.